സ്വാഗതം. ഹറോൾഡ് പിന്ററിന്റെ ദ ബർത്ത്ഡേ പാർട്ടി എന്ന ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. ബർത്ത്ഡേ പാർട്ടി എന്ന പ്ലേ നമുക്ക് അറിയാവുന്നതാണ്, ബട്ട് സ്റ്റിൽ വി മസ്റ്റ് ലേൺ ഇറ്റ് ഫ്രം ദി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. സോ വൺ ഓഫ് ദ കോംപ്ലക്സ് പ്ലേസ് നമ്മൾ പഠിച്ചതിൽ നമുക്കറിയാം ദ തീം ആൻഡ് ഓൾ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ദറ്റ് വി നീഡ് ടു നോ. 5 കാര്യങ്ങളാണ് ആസ് എൻ ഇൻട്രൊഡക്ഷൻ ഞാൻ പറയുന്നത്. ദ പ്ലേ വാസ് റിട്ടൺ ഇൻ 1957. ഹറോൾഡ് പിന്ററിന്റെ ഫസ്റ്റ് ഫുൾ ലെങ്ത് പ്ലേ ആയിട്ട് കാണുന്നത് ബർത്ത്ഡേ പാർട്ടിയാണ്. ഫസ്റ്റ് പെർഫോംഡ് ഇൻ 1958. ആ ഇയർ ചോദിക്കാറില്ല, പക്ഷെ എന്തായാലും നമുക്കറിയണം. ദെൻ റാണർ ഓഫ് ദ പ്ലേ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് പ്ലേ ഈസ് നോൺ ആസ് കോമഡി ഓഫ് മെനസ്, നമുക്കറിയുന്നതാണ്. അബ്സർഡ് ഡ്രാമയുടെ ഒരു വേരിയേഷനാണിത്. സെറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഹാപ്പൻസ് ഇൻ എ സീ സൈഡ് ബോർഡിംഗ് ഹൗസ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലാണ് ഒരു സീ സൈഡ് ബോർഡിംഗ് ഹൗസ്. ബോർഡിംഗ് ഹൗസ് എന്ന് നമുക്കറിയാമല്ലോ, ഒരു ടൂറിസ്റ്റ് ഹൗസ് എന്നോ അല്ലെങ്കിൽ ഒരു ലോഡ്ജ് എന്നൊക്കെ പറയുന്നതാണ്. അവിടെ ഒരാൾ താമസിക്കുന്നു. സോ ഒരു ഫോൾസ് സെക്യൂരിറ്റിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. തീം എന്ന് പറയുന്നത് സ്റ്റാൻലി വെബ്ബർ എന്ന് പറയുന്ന ഒരാളവിടെ താമസിക്കുന്നുണ്ട്. ഹീസ് അറ്റാക്ഡ് ബൈ 2 മിസ്റ്റീരിയസ് പീപ്പിൾ ആൻഡ് ഡിസ്ട്രോയ്സ് ഹിസ് ഐഡൻറ്റിറ്റി. 1957 ഇറങ്ങിയ പ്ലേ ആണെങ്കിലും ഇറ്റ്സ് ഹൈലി റെലവൻറ്റ് ഇൻ ദ മോഡേൺ കോണ്ടെക്സ്റ്റ് എന്നുള്ളതാണ്. സോ കോമഡി ഓഫ് മെനസ് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയണം. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡ്രാമ, ഓക്കെ, where ordinary and everyday situations are combined with underlying sense of ത്രെട്ട് ഓർ ഡേഞ്ചർ. അതായത് നോർമലായിട്ട് കാര്യങ്ങൾ നടക്കുകയാണ് തോന്നുകയാണെങ്കിലും എപ്പോഴും ഒരു ത്രെട്ടോ ഒരു ഫിയർ ഒരു ഭയം, നമുക്കറിയാം സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെഗറ്റീവ്, ഒരു ഓംനിയസ് പ്രസൻസ്, സംതിങ് നെഗറ്റീവ് എന്നുള്ളത്. ഇത് കോമഡി ഓഫ് മെനസ് എന്നുള്ളത് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് പ്ലേ റൈറ്റ് ഹെറോൾഡ് പിന്റർ. പക്ഷേ ടേം കോയിൻ ചെയ്ത ആൾ ഡേവിഡ് കാംപ്റ്റൺ ആണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ചിലപ്പോൾ ഇങ്ങനെ നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ കോമഡി ഓഫ് മെനസ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഡേവിഡ് കാംപ്റ്റൺ എന്ന പേരുണ്ടെങ്കിൽ അതാണ് ചൂസ് ചെയ്യേണ്ടത്. നോർമലി നമ്മൾ പെട്ടെന്ന് അത് ഇതാക്കില്ല. ഈ ഓൾവേസ് ഹറോൾഡ് പിന്റർ ഉണ്ടെങ്കിലും ദ ടേം വാസ് കോയിൻഡ് ബൈ ഡേവിഡ് കാംപ്റ്റൺ എന്നുള്ളതാണ്. ഇനി ഹു ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ പ്ലേ? വി വിൽ ഡിസ്കസ് ദ ക്യാരക്ടേഴ്സ്. വി ഹാവ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 4 പേരേ ഉള്ളൂ. ബാക്കി 2 പേരും പാസീവായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. സ്റ്റാൻലി വെബ്ബറാണ് സെൻട്രൽ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത്. ഹീസ് എ മാൻ ഇൻ ഹിസ് ലേറ്റ് 30s. ഒരു 40കൾ എത്തിയിട്ടില്ല, ലേറ്റ് 30siലുള്ള ആളാണ്. ഹീസ് എ സെൻട്രൽ ഫിഗർ. ഹീസ് എൻ ഇൻഡിവിജ്വൽ അണ്ടർ ത്രെറ്റ് ആൻഡ് ഹിസ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് നമുക്കറിയില്ല, ഓക്കെ. അതുകൊണ്ട് അതാണ് എക്സാം ട്രാപ്പ് ഞാൻ ഇതാക്കിയിട്ടുള്ളത്. ഹിസ് പാസ്റ്റ് ഈസ് അൺക്ലിയർ. ഹൂ ഈസ് ഹി, വൈ ഹീ ഈസ് സ്റ്റേയിങ് ഇൻ ദിസ് ബോർഡിംഗ് ഹൗസ്, വാട്ട് ഈസ് ദ റിലേഷൻ വിത്ത് മെഗ്, വി ഡോണ്ട് നോ. ബട്ട് അൾട്ടിമേറ്റ്ലി വി അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഹീസ് എ ക്യാരക്ടർ സ്റ്റേയിങ് ദെയർ ആൻഡ് സം ഓഫ് ഹിസ് ആക്ഷൻസ് ആർ സസ്പീഷ്യസ് ഇൻ ദ പ്ലേ എന്നുള്ളതാണ്. സോ സ്റ്റാൻലി വെബ്ബർ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗോൾഡ്ബർഗ് ആൻഡ് മെക്കാനൻ ആണ്. ദേ ആർ ദ വില്ലൻസ് നമ്മൾ പറയണം, ഓക്കെ. ഗോൾഡ്ബർഗ് എന്ന് പറയുന്ന മാൻ ഇൻ ഹിസ് 50s ആണ്. ഹീ സ്മൂത്ത് ആൻഡ് ആർട്ടിക്കുലേറ്റീവ് ആൻഡ് അതോറിറ്റേറ്റീവ് എന്നുള്ളതാണ്. ഹി റെപ്രസെൻറ്റ്സ് എ സിസ്റ്റം ആൻഡ് സോഷ്യൽ കൺട്രോൾ. ഹി യൂസസ് ലാംഗ്വേജ് ടു ഡോമിനേറ്റ്. അപ്പോൾ ഗോൾഡ്ബർഗും മെക്കാനോ ആണ് അതിൽ ഇതായിട്ട് വരുന്നത്. മെക്കാനൻ എന്ന് പറയുന്നത് മാൻ ഓഫ് 30 ആണ്. അപ്പോൾ 50 and 30siലാണ് വരുന്നത്. അധികം സംസാരിക്കില്ല, പക്ഷേ ശാരീരികമാണ്, മോർ ഫിസിക്കലാണ്. ഹി റെപ്രസെൻറ്റ്സ് എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് പവർ. അപ്പോൾ നമ്മൾ ഓർക്കണം എന്ന് വെച്ചാൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന് 2 വശങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു ലോ എൻഫോഴ്സിങ് ഫോഴ്സ്, നമ്മൾ കോടതി എന്നൊക്കെ പറയുന്നത്. 2, അത് എക്സിക്യൂട്ട് ചെയ്യുന്നൊരു ഫോഴ്സ്, അത് മിലിറ്ററി പോലീസ് എന്ന് പറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ ഗോൾഡ്ബർഗ് ആൻഡ് മെക്കാനൻ ദേ ആർ ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദോസ് 2 ഫോഴ്സസ് എന്നുള്ളതാണ്. ഒരാൾ ഏജ് എന്ന് പറയുന്നത് എപ്പോഴും വി കണക്ട് ഇറ്റ് വിത്ത് വാട്ട് യു കോൾ മെച്യൂരിറ്റി ആൻഡ് വിസ്ഡം. അപ്പോൾ അത് ഏജ് ഉണ്ട്. രണ്ടാമത്തെ ആൾ യങ് ആണ്. സോ ഹീസ് ഫിസിക്കൽ എന്നുള്ളതാണ്. ബോത്ത് ഓഫ് ദം കം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ മെഗ് എന്ന് പറയുന്നത് വുമൺ ഇൻ ഹർ 60s ആണ്, 60കളിലുള്ളതാണ്. ഹെർ റിലേഷൻ വിത്ത് സ്റ്റാൻലി ഈസ് മോർ മെറ്റേണൽ, ചൈൽഡ് ലൈക്ക് ആൻഡ് നർച്ചറിങ് ആണ്. ഇല്യൂഷൻ ഓഫ് കംഫർട്ട് ആൻഡ് ഡിനയലാണ് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പെറ്റി എന്ന് പറയുന്നത് എന്താ പറയുക, മാൻ ഇൻ ഹിസ് 60s, മെഗിൻ്റെ ഹസ്ബൻഡാണ്. ഈസ് എ പാസീവ് ഒബ്സർവർ, എപ്പോഴും പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഹി റെപ്രസെൻറ്റ്സ് എ ഹെൽപ്ലെസ് റെസിസ്റ്റൻസ്. പിന്നെ ലുലു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കൂടി ഉണ്ട്. ഷീസ് ഇൻ ഹർ ഏർലി 20s, ഓക്കെ. ഹീസ് എ യങ് വുമൺ ഫ്രം ദ ലൊക്കാലിറ്റി, വർക്കിംഗ് ക്ലാസ് ആണ്, ഓക്കെ. ഷീ ഒക്കേഷണലി വിസിറ്റ്സ് മെഗൻ പെറ്റി ഇൻ ദ ബോർഡിംഗ് ഹൗസ്. മൈനർ ക്യാരക്ടർ, പക്ഷേ ആ സെക്കൻഡ് ആക്ടിൽ ഷീ ഈസ് എ പോസിബിൾ വിക്ടിം ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ. യെസ്. ഇനി നമുക്ക് പ്ലോട്ടിലേക്ക് വരാം. പ്ലോട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. 3 ആക്റ്റാണ്. ആക്ട് 1 വാട്ട് ഹാപ്പൻസ് ഇൻ ആക്ട് 1 എന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി വെൻ ദ പ്ലേ ബിഗിൻസ് everything looks normal. Meg is preparing breakfast for PT. Then Stanley enters. He's in his late 30siലുള്ള ആളാണ്, നമുക്കറിയാം. ആകെ ഒരു ഡിസ്ഹെവൽഡ് അൺഷേവൻ ആയിട്ടാണ് വരുന്നത്. ഹീസ് ലിവിങ് ഇൻ ദ ബോർഡിംഗ് ഹൗസ്. ഹീസ് എ മെമ്പർ ഓഫ് ദ ബോർഡിംഗ് ഹൗസ്, ഓക്കെ. Then there is a what you may call Meg and Stanley's relationship.
മെഗിന് 60കളിലാണ്, ഇദ്ദേഹം ലേറ്റ് 30s ആളാണ്. പക്ഷേ ഒരു മദേർലി, മെറ്റേണൽ ആൻഡ് ഒരു ഫ്ലർട്ടേഷ്യസ് റിലേഷൻഷിപ്പാണ് അവർ തമ്മിലുള്ളത്. ബട്ട് മോർ മെറ്റേണലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ സ്റ്റാൻലി കംസ്, മെഗ് ഇൻഫോംസ് ഹിം ഓഫ് 2 ജെന്റിൽമെൻ വിസിറ്റേഴ്സ് ആർ കമ്മിങ്. 2 പേര് വരുന്നുണ്ടെന്ന്. സഡൻലി ഹി ബിക്കം സസ്പീഷ്യസ്. ആരാണ്, എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദെൻ ദർ ഇസ് എ നോക്ക്. സഡൻലി സ്റ്റാൻലി ലീവ്സ്. ഓക്കെ. ദെൻ ലുലു ഈസ് കമ്മിങ് വിത്ത് എ പാക്കേജ്. ഓക്കെ. ആഫ്റ്റർ ലുലു എന്നൊരു ചെറിയൊരു പാക്കേജ് കൊണ്ട് തിരിച്ചു പോകുന്നു. അവർ പോകുമ്പോഴാണ് ഗോൾഡ്ബർഗ് മെക്കാൻ വരുന്നത്. അവർ വരുമ്പോൾ സ്റ്റാൻലി ബാക്ക് ഡോറിൽ കൂടെ എസ്കേപ്പ് ചെയ്യുന്നു. അപ്പോൾ സംതിങ് സസ്പീഷ്യസ് അബൌട്ട് ഹിം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്, ബിക്കോസ് ഹി ഈസ് നോട്ട് റെഡി ടു ഫേസ് എന്നുള്ളതാണ്. ഓക്കെ. Then Goldberg and McCann, they talk vaguely about a job, use bureaucratic unclear language. After they go upstairs, അപ്പോൾ ബോർഡിംഗ് ഹൗസ് ആയതുകൊണ്ട് ആർക്കും വേണമെങ്കിൽ വരാം. ഇറ്റ്സ് നോട്ട് എൻ ഓർഡിനറി ഹൗസ്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എനിവൺ കൻ കം ആൻഡ് സ്റ്റേ എന്നുള്ളതാണ്. ഇറ്റ്സ് എ ഹൗസ് ബോർഡിംഗ്. ദെൻ സ്റ്റാൻലി റിട്ടേൺസ്. അപ്പോഴാണ് ലുലുവിൻ്റെ പാക്കേജ് ഈസ് ഗിവൺ ടു സ്റ്റാൻലി. ഇറ്റ്സ് എ സ്മോൾ ടോയ് ഡ്രം ആസ് എ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇറ്റ്സ് വെരി സിംബോളിക്. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ബേസിക്കലി യു വിൽ നോട്ട് ഗിവ് എ ടോയ് ഡ്രം ടു എ മാൻ. പിന്നെ വി സീ ഹിം പ്ലേയിങ് ദ ഡ്രം. സെക്കൻഡ് ആക്ടിൽ ഹിസ് ഫൂട്ട് ഈസ് ട്രാപ്ഡ് ഇൻ ഇറ്റ്. സോ എൻട്രാപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു തീം ആ ടോയ് ഡ്രമ്മിനുണ്ട്. ആ തീം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ആക്ട് 2 ആണ് നമ്മൾ സ്റ്റാൻലി മീറ്റ്സ് മെക്കാൻ ആൻഡ് മെക്കാൻ പ്രിവെൻസ് ഹിം ഫ്രം ലീവിങ്. സെക്കൻഡ് ഇതിൽ മെക്കാനൻ ഹി റെപ്രസെൻറ്റ്സ് ഫിസിക്കൽ എന്ന് ഞാൻ പറഞ്ഞു. സ്റ്റാൻലിയുടെ ബിഹേവിയർ വളരെ കൺഫ്യൂസിങ് ആൻഡ് എറാറ്റിക് ആണ്. First of all, he says that it's not his birthday. Meg is mad. And then the birthday, he denies his identity. So ultimately, we don't know what is happening between these people. Are they real threat or are they come to enforce some law? We don't know. ഈ സമയത്ത് ഗോൾഡ്ബർഗ് സെൻസ് മെക്കാനൻ ടു ഗെറ്റ് വിസ്കി. അപ്പോൾ ഗോൾഡ്ബർഗ് പറയാണ് പോയിട്ട് വിസ്കി മേടിച്ചുകൊണ്ട് പോവാ ഫോർ ദ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷൻ. ദെൻ ദർ ഇസ് എൻ ഇൻട്രോഗേഷൻ സീൻ വിച്ച് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. Then what happens is that McCann returns and both of them uses a language in which they totally, what you may call, illogical questions and breaks him down, Stanleyനെ. Then the party begins. അതാണ് സെക്കൻഡ് ആക്ഷൻ നടക്കുന്നത്. Meg is dressed up in a party manner. They toast in Stanley's honor. ലുലു arrives and interacts with Goldberg. ഓക്കെ. അപ്പോൾ മനസ്സിലാക്കണം, ലുലു ചെറിയ പെൺകുട്ടിയാണ്, പക്ഷേ ഷീസ് അട്രാക്റ്റഡ് ടു ഗോൾഡ്ബർഗ് ഉള്ളതാണ്. ദെൻ ദേ പ്ലേ ഗെയിം. ബ്ലൈൻഡ് മാൻസ് ബഫ് എന്ന് പറഞ്ഞാൽ കണ്ണ് കെട്ടി കളിക്കുക നമ്മുടെ നാട്ടിൽ പറയുമല്ലോ. ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. അങ്ങനെ നടന്ന സമയത്ത് ഇത് പോകുന്നു, ഡാർക്ക് ആവുന്നു, ബ്ലാക്ക്, അതായത് കറണ്ട് പോകുന്നു, എവറിത്തിങ് ടേൺസ് ബ്ലാക്ക്. ആ സമയത്ത് വി സീ സ്റ്റാൻലി ഈസ് ഫൈൻഡ് വിത്ത് മെഗ്. ഓക്കെ. ഇൻ ദ ഡാർക്ക്നെസ് there is a suggestion that he tried to rape her. We don't know. At the same time, what happens is that McCann breaks Stanley's glass. ഗ്ലാസ് ഉള്ള ആളുടെ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് കണ്ണിന് കാഴ്ച കിട്ടില്ല. അപ്പോൾ അൾട്ടിമേറ്റ്ലി അതൊരു എന്താ പറയുക, ഒരു എന്താ പറയുക, ഫോഴ്സിൻ്റെ ഇത് തന്നെയാണത്. ഓക്കെ. ദെൻ എന്താ പറയുക, ക്ലൈമാക്സിൽ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ലുലു അക്യൂസസ് ഗോൾഡ്ബർഗ് ഓഫ് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദ സിറ്റുവേഷൻ. ഇരുട്ടുപോയപ്പോൾ ഒരു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടന്നു തന്നെയാണ്. ദെൻ അത് അവസാനിക്കുന്ന സമയത്ത് സ്റ്റാൻലി ഭയങ്കരമായിട്ടൊരു എറാറ്റിക്കായിട്ട് ചിരിക്കുന്നിടത്താണ് ആക്ട് അവസാനിക്കുന്നത്. സോ അൾട്ടിമേറ്റ്ലി ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പൻ ഇൻ ദാറ്റ് ആക്ട് 2. ആക്ട് 3 നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അഗെയിൻ ഫസ്റ്റ് ഡേ നിങ്ങൾക്കറിയാലോ, ഷി വാസ് പ്രിപ്പയറിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് ഡേ മോർണിംഗ് ആക്ട് 3ലും ദ സെയിം തിങ് ഹാപ്പൻസ് ഉള്ളതാണ്. മെഗ് ഷീ ബിഹേവ്സ് നോർമലി. മെഗ് പോയതിന് ശേഷം PT ക്വസ്റ്റ്യൻസ് ഗോൾഡ്ബർഗ് അബൌട്ട് സ്റ്റാൻലീസ് കണ്ടീഷൻ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗോൾഡ്ബർഗ് പറയാണ് വി ഹാവ് ടു ടേക്ക് ഹിം ടു എ പേഴ്സൺ. നെയിം ഓഫ് ദ പേഴ്സൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. മോണ്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. മോണ്ടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഗോൾഡ്ബർഗ് എന്താ പറയുക, ലൂസസ് ഹിസ് കോൺഫിഡൻസ്. ദെൻ വാട്ട് അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഇപ്പോഴാണ് ലുലു എന്നിട്ട് പറയുന്നത് അക്യൂസസ് ഹിം ഓഫ് പ്രീവിയസ് നൈറ്റ്. മെക്കാനൻ ഇൻസൾട്ട് ഹെർ ആൻഡ് ഡ്രൈവ്സ് ഹെർ അവേ. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു പവർ എന്നുള്ളത് ഭയങ്കരമായിട്ട് നമുക്ക് കാണാം. ദേ ഡോണ്ട് കെയർ എനിബഡി എന്നുള്ളതാണ് ഗോൾഡ്ബർഗ് ആൻഡ് മെക്കാൻ. സ്റ്റാൻലി വരുമ്പോൾ ഹീസ് ടോട്ടലി ബ്രോക്കൺ, ഹിസ് ഗ്ലാസസ് ആർ ഡാമേജ്ഡ്. That is, he has become totally helpless. He understood that these people are here to take him. Then they find a lot of fault with Hanley, and Stanley is unable to handle the situation, and they take him away in the car to Mondi. PT, he tried to resist, but he cannot do. It's a boarding house. And Meg returns, the car is gone എന്നുള്ളതാണ്. പക്ഷേ PT പറയുന്നില്ല ഇയാളെ തട്ടിക്കൊണ്ടുപോയതാണ്, അല്ലാണ്ട് ഫോഴ്സ് ഉപയോഗിച്ച് കൊണ്ടുപോയതാണ് പറയുന്നില്ല. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു ഡാർക്ക് ഇതിലാണ് ഇത് അവസാനിക്കുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ആസ് കോമഡി ഓഫ് മെനസ്. ഇതിലെ തീംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. വൺ ഈസ് പവർ ആൻഡ് ഐഡൻറ്റിറ്റി ഡിസ്ട്രക്ഷൻ. അതായത് ഒരാളുടെ ഐഡൻറ്റിറ്റി എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് ഡിസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് കാലത്തൊക്കെ നമ്മൾ അത് കാണാറുള്ളത് തന്നെയാണ്. പവർ ആൻഡ് കൺട്രോൾ, ഹൗ ദേ കൺട്രോൾ ദ സിറ്റുവേഷൻ.
ambiguity and uncertainty, because we don't know about these characters. We only know the action. But for a normal people, it's very disturbing എന്നുള്ളതാണ്. ഐസൊലേഷൻ എന്നുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് തീമാണ്. ബ്രേക്ക് ഡൗൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് ഗോൾഡ്ബർഗും മെക്കാനും ഉപയോഗിക്കുന്നത് ഇറ്റ്സ് വെരി ഇല്ലോജിക്കൽ എന്നുള്ളതാണ്. ദെൻ എ സൈക്കോളജിക്കൽ വയലൻസ്, ബേസിക്കലി ദെയർ പ്രസൻസ് ഇറ്റ് സെൽഫ് ഇസ് എ സൈക്കോളജിക്കൽ വയലൻസ് എന്നുള്ളതാണ്. എ ലോട്ട് ഓഫ് സിമ്പിൾസ് ആർ ദെയർ ഇൻ ദിസ് പ്ലേ എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ മെൻഷനിങ്. ടോയ് ഡ്രം എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങുന്നത് അത് ഇൻഫാൻറ്റൈസേഷൻ ആൻഡ് എൻട്രാപ്മെൻറ്റ് ഓഫ് സ്റ്റാൻലി എന്ന് പറയും. ശരിക്കും ഒരു എന്താ പറയുക, ലേറ്റ് 30s ആൾക്കാരും ഒരു ടോയ് ഡ്രം കൊടുക്കാറില്ല. ബ്രോക്കൺ ഗ്ലാസ്, ഇത് മെക്കാനൻ മനഃപൂർവ്വം പൊട്ടിക്കുന്നതാണ് സെക്കൻഡ് ആക്ടിൽ. ലോസ് ഓഫ് ക്ലാരിറ്റി ആൻഡ് വിഷൻ, കാരണം കണ്ണട പൊട്ടിക്കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റിയുടെ ഇതാണ് പൊട്ടിക്കുക എന്ന് പറയുന്നത്. ബോർഡിംഗ് ഹൗസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇല്യൂഷൻ ഓഫ് റിയാലിറ്റിയാണ്. അതായത് ഇറ്റ്സ് നോട്ട് എ റിയൽ ഹൗസ്. ഓക്കെ, എനിവൺ കൻ കം ആൻഡ് ഗോ എന്നുള്ളതാണ്. ബർത്ത്ഡേ പാർട്ടി എന്ന് പറയുന്നതും ഇറ്റ്സ് എ ഫോൾസ് സെലിബ്രേഷൻ ആണ്. ബിക്കോസ് സ്റ്റാൻലി പറയുന്നത് എൻ്റെ ബർത്ത്ഡേ അല്ല എന്നുള്ളത്. വി ഡോണ്ട് നോ. ആൻഡ് വൈ മെഗ് ഈസ് സെലിബ്രേറ്റിംഗ് ദ ബർത്ത്ഡേ ഓഫ് എ പേഴ്സൺ ഹു ഈസ് സ്റ്റേയിങ് ഇൻ ഹെർ ബോർഡിംഗ് ഹൗസ്? വി ഡോണ്ട് നോ ഹൗ ലോങ് ഹി ഹാസ് ബീൻ സ്റ്റേയിങ്. പിന്നെ ബ്ലൈൻഡ് മാൻസ് ബഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരാളെ കണ്ണ് കിട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് ടോട്ടൽ ബ്ലൈൻഡ്നെസ്, കൺഫ്യൂഷൻ. ഓക്കെ, നോട്ട് ഓൺലി ദാറ്റ്, സ്റ്റാൻലിയുടെ കണ്ണാണ് അവർ കിട്ടുന്നത്. ദർ ആർ ലോട്ട് ഓഫ് സൈലൻസസ് ആൻഡ് ബ്രേക്ക് ഡൗൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ കാർ അവസാനം എടുത്തുകൊണ്ട് പോകുന്ന റിമൂവൽ, കൺട്രോൾ, ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള സബ്മിഷനാണ് കാണുന്നത്. മോണ്ടി എന്ന് പറയുന്ന ഒരു ഓഫ് സ്റ്റേജ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇൻവിസിബിൾ അതോറിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. പെറ്റി ന്യൂസ് പേപ്പർ വായിക്കുന്നത് കാണാം 2 ദിവസവും രാവിലെ, ആക്ട് 1ലും 3ലും. അതൊരു പാസീവ് ഒബ്സർവേഷനാണ്. അവോയ്ഡൻസ് ഓഫ് ട്രൂത്ത്, സത്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. കറണ്ട് പോകുന്നത്, ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്, ഷിഫ്റ്റ് ഫ്രം ഓർഡർ ടു കയോസ് ആൻഡ് വയലൻസ്. ആ ഇരുട്ടാവുമ്പോൾ എന്തും ഇതാക്കാമല്ലോ. വിസ്കി ആൻഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ സോഷ്യൽ ബോണ്ടിങ് ആണ്. പിന്നെ മെഗ്സിൻ്റെ ഡൊമസ്റ്റിക് റൂട്ടീൻ, ആക്ട് 1 ആൻഡ് ആക്ട് 3, ഡിനയൽ ഓഫ് റിയാലിറ്റി ആൻഡ് ക്ലിങ്ങിങ് ടു നോർമൽസി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബർത്ത്ഡേ പാർട്ടി എന്ന് പറയുന്ന പ്ലേയിൽ നമുക്ക് സെൻട്രലായിട്ട് അറിയേണ്ടത്. ഹോപ്പ് യു ഗോട്ട് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഫോർ ആൻ ഒബ്ജക്റ്റീവ് എക്സാം. So please do the MCQs. I will see you in the next class. Keep studying. Thank you very much.